28 years later, the third installment in 28 zombie apocalypse franchise എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് പടം 28 days later, സ്റ്റാറിങ് കിലിയൻ മർഫി, നമ്മുടെ ഓപ്പൺഹൈമർ സ്കെയർക്രോ ആയിട്ട് ഡാർക്ക് നൈറ്റ് സീരീസിലൊക്കെ വന്നിട്ടുള്ള മച്ചാൻ പുള്ളിയായിരുന്നു. അതിനുശേഷം വന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 weeks later ആയിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ ഇറങ്ങുന്നത്. തേർഡ് പാർട്ട്, അതായത് 28 years later. ഇനി ഒരു സിനിമ കൂടി വരാതിരിക്കുന്നുണ്ട്, 28 years later ദ ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ടായ 28 days laterഉം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന 28 years laterഉം സംവിധാനം ചെയ്യുന്ന ഡാനി ബോയലാണ്. യെസ്, ദ ഡയറക്ടർ ഓഫ് സ്ലം ഡോഗ് മില്ലിയനർ, ട്രെയിൻ സ്പോട്ടിംഗ്, അതുപോലെ തന്നെ സൺഷൈൻ, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമകളിലൊന്നാണ്. 127 hours വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അങ്ങനെ പുള്ളി ഒരുപാട് കിടിലൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ട്രാൻസ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എനിക്ക്. അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുമ്പോഴേക്കും ഇത് വളരെ യുണീക്കായിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് എ മൂവി ഫോർ എവരി വൺ. ഇതൊരു സാധാരണ സോംബി ചിത്രമല്ല. ഈവൻ 28 days later എന്നുള്ള സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ സോംബീസിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് സാധാരണ സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നവരായിരിക്കും. കുറേ നേരം എടുത്തായിരിക്കും സോംബി ആവുന്നത്, മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും സോംബി ആവണം. ഇതിൽ റേജ് സോംബി പോലത്തെ ഒരു പരിപാടിയാണ്, റേജ് മോൺസ്റ്റേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിലെ സോംബിയുടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ ഇൻഫെക്റ്റഡ് ആവും. അതുപോലെ തന്നെ ഭയങ്കര റേജാണ്. അപ്പോൾ റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേജാണ്. ഇൻഫെക്റ്റഡായി ഒട്ടനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇതിനകത്തുള്ളവർ മരിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ല സോംബി ആവുന്നത്, ലിറ്ററലി അവർ ലിവിങ് ആണ്, അവരെ കൊല്ലാനും പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ സോംബിനെ നമുക്ക് കൊല്ലാൻ ഇച്ചിരി പണിയാണ്. അങ്ങനെ കുറച്ച് പരിപാടിയും സംഭവങ്ങളൊക്കെയാണ്, കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മൾ സാധാരണ സോംബി സെറ്റപ്പ് അല്ല ഇത്. അപ്പോൾ എന്തായാലും അതും വളരെ ഡിഫറൻ്റ് ആണ്. അത് ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ് ആണ് ഫസ്റ്റ് പടത്തിൽ തന്നെ. ഇതിപ്പോൾ തേർഡ് പടമാണ്. ഇതിലെ ആക്ടേഴ്സിനെ എടുത്ത് നോക്കിയാൽ ആറൻ ടൈലർ ജോൺസൺ ആണ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്വിക്സിൽവർ, മാർവൽ MCUവിലെ ക്വിക്സിൽവർ, കിക്കാസിലൂടെ വന്ന ഗോഡ്സിലയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആറൻ ടൈലർ ജോൺസൺ ആണ് ഇതിനകത്തുള്ളത്. ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ള സിനിമയിൽ മച്ചാൻ കിഡുവായിട്ട് അഭിനയിച്ചതാണ്. ആ ആറൻ ടൈലർ ജോൺസന്റെ മകനായിട്ടുള്ള സ്പൈക്ക് എന്നുള്ളൊരു ക്യാരക്ടർ, ആ ഒരു പയ്യനാണ് ഈ സിനിമയിലെ മെയിൻ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പയ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ സിനിമ മൊത്തത്തിൽ ഒരു 90% പോകുന്നത്. അതുകൂടാതെ മികച്ച നടനായിട്ടുള്ള ലെജൻഡറി ആക്ടറായിട്ടുള്ള റാൽഫ് ഫീൻസ് ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്. എന്താ റോളെന്ന് ഞാൻ പറയുന്നില്ല. റാൽഫ് ഫീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾഡർ മോൾട്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള നടൻ. ഇത് കൂടാതെ വേറെ കുറച്ച് പേരുണ്ട് അതിനകത്ത്. ഈ കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, ആ നടിയുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ വളരെ ചുരുക്കം ക്യാരക്ടേഴ്സുള്ളൂ. ഈ സിനിമയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ബിൽഡിംഗ് ആണ്. അത് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കണ്ടത് PXL-ലാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇത്തവണ ഐ എം വെരി ഹാപ്പി വിത്ത് PXL. അത് കാരണം ഞാൻ പറയാം. ഇതിൻ്റെ വേൾഡ് ബിൽഡിംഗ് എടുത്ത് നോക്കിയാൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, എസ്പെഷ്യലി മേക്കപ്പ്. സോംബിയുടെ മേക്കപ്പ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. ഭൂരിഭാഗം സമയവും ആൾക്കാർ CGയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർ പ്രോസ്തെറ്റിക്സും പരിപാടിയിലാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും മാക്സിമം പ്രാക്ടിക്കൽ എഫക്ട്സ് അവർ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് കിടു. പിന്നെ എടുത്തു പറയേണ്ട ടെക്നിക്കൽ കാര്യങ്ങളിൽ ഈ സിനിമ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് iPhone 15 Proയിലാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വേറെ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ എവിടെയും സെർച്ച് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് മെയിൻ ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 15 Pro ആണെന്നുള്ളതാണ്. അതും ആപ്പിൾ ProRes എടുത്ത സിനിമയാണ്. യൂസിങ് ഒരു പ്രത്യേകതരം ലെൻസ്. ആ ലെൻസിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് വായിൽ കിട്ടുന്നില്ല, ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യുക. ആ ലെൻസ് വെച്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. ചില സമയത്തുണ്ടല്ല നമ്മൾ ഞെട്ടിപ്പോയി. സിനിമ ഞാൻ PXL കണ്ടതിൻ്റെ ഗുണമാണെന്ന് അറിയില്ല. ഒരു രക്ഷയില്ലാത്ത കളേഴ്സും. കാരണം ഇതിലെ ടെറൈൻ തന്നെ ഭയങ്കര രസമാണ്. അതായത് ഒരു കരയിൽ താമസിക്കുന്ന ആൾക്കാർ അക്കരെ പോകണം. ആ അക്കരെ പോകണ ആ ഒരു സംഭവമൊക്കെ ഇതൊരു രസം എന്നറിയാം. എവിടെയൊക്കെ എനിക്ക് തുമ്പാട് ഓർമ്മ വന്നത്, എവിടെയൊക്കെയോ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര രസമാണ് ആ ടെറൈൻ കാണാൻ തന്നെ. അതായത് ഇവർ താമസിക്കുന്ന ഒരു ഐലൻഡിലാണ്. ആ ഐലൻഡിൽ നിന്ന് ഒരു കടൽ കടന്ന് അപ്പുറത്ത് പോകണം ലോ ടൈഡ് വരുന്ന ടൈമിൽ. ആ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രീനറിയാണ്. അതൊക്കെ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് ബിൽഡിങ്
ഒന്നും പറയില്ല, കിടു എന്ന് പറഞ്ഞാൽ കിടു. അടുത്ത ടെക്നിക്കൽ കാര്യം ഇതിലെ സൗണ്ടാണ്. എന്ത് കിട്ടിയില്ല സൗണ്ട് ഡിസൈനാന്ന് പറയും. എൻ്റെ മോനെ സൗണ്ട് ചെയ്തിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ്. ഈ സിനിമ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഞാൻ കണ്ടത് PXL-ലാണ്. 4K ലേസർ പ്രൊജക്ഷൻ വിത്ത് അറ്റ്മോസ് സംവിധാനമാണ് അവിടെ ഉള്ളത്. അതിൽ കുറഞ്ഞ് ഈ സിനിമ എങ്ങും കാണരുതെന്ന് ഞാൻ പറയും. ഒരിക്കലും നിങ്ങൾ ഈ സിനിമ സീനോൺ വിത്ത് സാധാ സ്പീക്കർ സെറ്റപ്പിൽ കാണരുത്. കാരണം ഇത്തവണ PXL കുറേ നാളുകൾക്ക് ശേഷം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കൊടുത്ത പൈസയ്ക്ക് ഒരു തരം ഐമാക്സ് എക്സ്പീരിയൻസ് തന്നു. ഒരു തരം. ഒന്നാമത് ഞാൻ ഇരുന്ന സീറ്റ് ആ ഒരു ടൈപ്പ് ഒരു വ്യൂ ആണ്. ഇത് കൂടാതെ ഈ സിനിമ ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ പോലും ഈ സിനിമ ആനമോർഫിക് റേഷ്യോയിൽ എടുത്തിരിക്കുന്ന പടമാണ്. അപ്പോൾ മുകളിലടിയിലും കൂടുതൽ ബ്ലാക്ക് ബാർ ഉണ്ട്. പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും, ആദ്യമൊക്കെ ഞാൻ അനോയിഡ് ആയിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ആ വേൾഡ് ബിൽഡിങ് നല്ലതായതുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നെ ഞാൻ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബ്ലാക്ക് ബാർ എനിക്ക് ഒരു തടസ്സമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത് വളരെ റെയറായിട്ട് സംഭവിക്കാറുള്ളൂ. അതുമാത്രമല്ല സൗണ്ട്, കിടിലം സൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലം. എന്നെ ആ ഞെട്ടിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ DCP വന്നിരിക്കുന്നത് 4K 5.1 ആണ്. എന്നിട്ട് കൂടി വേറെ ലെവൽ സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടി. അത് പറയാതിരിക്കാൻ വയ്യ. ആഫ്റ്റർ എ ലോങ് ടൈം PXL ഇംപ്രസ്ഡ് മീ. എത്ര നാളായി എന്ന് പറയും PXL ഇങ്ങനെ ഒരു എഫക്റ്റിൽ ഒരു സിനിമ കണ്ടിട്ട്. മറന്നേ പോയി ഏതായിരുന്നു ഇത്ര എഫക്റ്റ് കണ്ട ഒരു സിനിമ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സിവിൽ വാർ ആയിരിക്കണം അവസാനമായിട്ട് ഇത്രയും ഗംഭീര സൗണ്ട് എഫക്റ്റിൽ കണ്ടിരിക്കുന്നത്. അത്ര കിടുവായിരുന്നു. ഈവൻ സിവിൽ വാർ പോലും ഒന്നും അല്ലായിരുന്നല്ലേ, ഇത് അടിപൊളിയായിരുന്നു. ഐമാക്സ് കണ്ണടച്ച് ഇരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു ഐമാക്സിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ദാറ്റ് ഈസ് പ്യോർലി ഡ്യൂ ടു കിഡു സൗണ്ട് ഡിസൈൻ. ആൻഡ് എന്തോ എനിക്ക് തോന്നുന്നു ഫീഡ്ബാക്സ് ഇവരെടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് എനിക്കറിയില്ല. എന്തായാലും വന്നിരിക്കുന്ന DCP ടോപ്പ് നോച്ചാണ്. എന്നാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് DCP യു ക്യാൻ ഗെറ്റ് ഒന്നുമല്ല. 4K 7.1 IAB 4K 7.1 അറ്റ്മോസ്ഫിയർ സെറ്റപ്പ് ഒന്നുമല്ല. 4K 5.1 പക്ഷേ വെറുതെ കാസറി കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് PXL. ഇതെന്തായാലും നിങ്ങൾ കാണുകയാണെങ്കിൽ PXL-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ലെവൽ ഒരു സ്കോപ്പ് റേഷ്യോ 4K ലേസർ പ്രൊജക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ ചെയ്ത് കാണാൻ ശ്രമിക്കാൻ ഞാൻ പറയും. ഈ സിനിമയൊക്കെ രാഗത്തിലോ ജോസിലോ ലാഡർ സിനിമാസോ നമ്മളിവിടുത്തെ വനിതയൊന്നും പടം എടുത്തിട്ടില്ല ഈ സിനിമ. ഇതൊരു നീഷ് ഓഡിയൻസുകൾ, അതുകൊണ്ടായിരിക്കാം. ഇവിടെയൊക്കെ കണ്ട കിഡിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ പറയണം. ഏരീസിലൊക്കെ കണ്ടവർക്ക് ഭാഗ്യമാണ്. ഏരീസിൽ ഈ സിനിമ ഇട്ടിട്ടുണ്ടാകുന്നില്ല റീൽ ഓഡിയോണിൽ. അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഐസക് മറിയ പോലെയുള്ള തിയേറ്ററാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാധുര്യ പോലെയുള്ള തിയേറ്റർ ലേസർ വിത്ത് അറ്റ്മോസ് ആണെങ്കിൽ തകർപ്പൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് സാധാരണ സോംബി പടങ്ങൾ പോലെയല്ല, കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ പേസിങ് ആ രീതിയിലാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ സിനിമ വർക്കായി. അതിഗംഭീര പടം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് തറലി എൻജോയബിൾ, എസ്പെഷ്യലി ഡ്യൂ ടു വേൾഡ് ബിൽഡിങ്. 28 ഡേയ്സ് ലേറ്ററിൻ്റെയും പ്രത്യേകത അത് തന്നെയായിരുന്നു. അത് ഒരു മികച്ച പടമെന്ന് ഞാൻ പറയും. കാരണം ആ സിനിമയുടെ ഓപ്പണിംഗ് സീൻ തൊട്ട് എല്ലാം വേറെ ലെവലായിരുന്നു. അന്ത കാലത്ത് 2002 എന്തോ ആണ് 28 ഡേയ്സ് ലേറ്റർ ഇറങ്ങിയത്, ആക്റ്റഡ് ബൈ കിലിയൻ മർഫി. അത് വെറുതെ വിഷയ പടമായിരുന്നു. സെക്കൻഡ് പടം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, കുറച്ച് മസാലയിഷ് ടൈപ്പ് പടമായിരുന്നു. നമ്മുടെ അവഞ്ചേഴ്സിലെ ഹോക്കൈ ജെറമി റീനർ ഉണ്ട്, ഇമോജിൻ പൂട്ട്സ് ഉണ്ട്, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈവൻ നമ്മുടെ ഹൈംഡാൽ, നമ്മുടെ ഇദ്രിസ് എൽബയൊക്കെ ഉണ്ട് സെക്കൻഡ് പടത്തിനകത്ത്. 28 വീക്സ് ലേറ്റർ എന്ന പടത്തിൻ്റെ പേര്. ആ സിനിമയുടെ ഇൻട്രോ സീൻ അടിപൊളിയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ആ സിനിമ തുടങ്ങുന്നത്. ഞാൻ എന്താണെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു നോക്ക്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇൻട്രോ ആണ് അത്. ഒരു ഹാർഡ് ഹിറ്റിംഗ് ഇൻട്രോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ആ സിനിമയുടെ. പക്ഷേ അതിന് ശേഷം കുറച്ച് മസാലവൽക്കരിക്കപ്പെട്ട പടം ലെവലായിപ്പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 1 അത്രയും ഗംഭീര പടമായതുകൊണ്ടാവാം 2 എനിക്ക് അത്ര ഇമ്പ്രസീവ് അല്ലാതെ തോന്നിയത്. അത് മാത്രമല്ല, ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ മറ്റുള്ള 2 സിനിമകളും ഒന്നുകൂടി ഒന്ന് കണ്ട് റിഫ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. ആകെ 1.5 മണിക്കൂർ 1.25 മണിക്കൂറുള്ള ആ സിനിമകൾ, അതാണ്. പിന്നെ ഈ സിനിമ കനത്ത വയലൻസാണ്, ന്യൂഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കാണാൻ പറ്റില്ല. എബവ് 18+ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ തിയേറ്ററിലേക്ക് ഈ സിനിമയിൽ. അതുമാത്രമല്ല, ന്യൂഡിറ്റി ഈ സിനിമയിൽ അവർ ഫുള്ള് ബ്ലർ ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ എവിടേക്കോ വയലൻസ് കട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫീലായി. അത് എന്തിനാണ് ഇന്ത്യൻ, എനിക്കറിയാൻ പാടില്ല ഇന്ത്യയിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. കാരണം എന്തായാലും പടം കാണാൻ പോകുന്ന 18+ ആൾക്കാരാണ്. അപ്പോൾ ന്യൂഡിറ്റി അല്ലെങ്കിൽ ആ വയലൻസ് ഒന്നും കട്ട് ചെയ്യേണ്ട എന്താ ആവശ്യമിരിക്കുന്നത്? ഇതൊരു സോംബി പടമല്ലേ.
അത് മാത്രമല്ല ഈവൻ 28 ഡേയ്സ് ലേറ്റർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മെയിൻ ലീഡ് ക്യാരക്ടറിന് ന്യൂഡായിട്ട് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എൻ്റെ ആവശ്യം തരുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കാരണം ഏത് ICUവിലാണ് തുണിയില്ലാതൊരു പേഷ്യൻറ്റിനെ കിടത്തണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ശരിയാണല്ലോ എന്നുള്ളത്. ഡയറക്ടറിൻ്റെ ഇഷ്ടമാണ്, കഥയിൽ ചോദ്യമൊന്നുമില്ല. എന്തായാലും ഇതിനകത്തുള്ള സോംബീസിനും അതുപോലെ തന്നെ തുണിയൊന്നുമില്ല. സോംബീസിന് എപ്പോഴൊക്കെ കാണിക്കുന്ന അപ്പോഴൊക്കെ ഇവർക്കൊന്നും തുണിയൊന്നും ഉണ്ടാവില്ല. ഇവർ ചെളി പൂണ്ടൊക്കെ ഇരിക്കുന്നത്. കൂടുതൽ സമയം ഇവർ ന്യൂഡ് തന്നെയാണ്. ഇവരുടെ ജെനിറ്റൽസൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ സിനിമ ഞാനിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അത് ബ്ലേഡ് ആയിരുന്നു. കുറേ അടുത്തൊക്കെ ബിലോ പാർട്ടൊക്കെ ഫുള്ളിങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അരോചകമായിരുന്നു, കുറച്ച് എന്തോ പോലെ ഫീലിംഗ് ആയിരുന്നു. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ സോംബീസിനൊന്നും എന്തായാലും ആരും സെക്ഷുവലൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാത്രമല്ല സിനിമയായിട്ട് കാണാൻ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതിനുള്ള പക്വത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സെൻസർ ബോർഡ് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നും കിട്ടണില്ല. ഇനിയിപ്പോൾ ഇത്രയൊക്കെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടും ചില ആൾക്കാർ പിള്ളേരെ കൊണ്ട് തിയേറ്ററിൽ പോകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല വാച്ചായിരുന്നു. എനിക്ക് വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അതിഗംഭീര പടമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ തിയേറ്റർ വാച്ച്. ഈ സിനിമ സൗണ്ടിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സാധനത്തിന് വേണ്ടി മാത്രമായിട്ട് കാണാൻ പറ്റും. ഈ ഡയറക്ടറിന് 70 വയസ്സെന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആളെന്നിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അവിടെ. ഈ വൈ ഡാനി ബോയൽ ഇസ് എ മൈസ്ട്രോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. അടിപൊളിയാണ്. നിങ്ങൾ സൺഷൈൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു. അതിനകത്തും കിലിയൻ മർഫി ഉണ്ട്. കിടിലം പടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഡാനി ബോയിൽ ചെയ്ത ഒരുപാട് കിടിലം പടം ഉണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ 127 hours അതുപോലെ തന്നെ സൺഷൈനുമാണ്. ട്രെയിൻ സ്പോട്ടിങ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ 127 hours സൺഷൈനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമകൾ. 127 hours നമ്മുടെ സ്പൈഡർമാനിലുള്ള ഹാരി ഓസ്ബോൺ ആണ് അഭിനയിക്കുന്നത്. ജെയിംസ് ഫ്രാങ്കോ ആണ്. കിടിലം പടമായിരുന്നു. സ്ലംഡോഗ് മില്ലിയനെയർ പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. ഇതിന് ഇനിയൊരു സീക്വൽ വരുന്നുണ്ട്. അത് അടുത്ത കൊല്ലമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കൊല്ലം തന്നെ വരും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ആ സിനിമയുടെ പേര് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 28 years later ബോൺ ടെമ്പിൾ എന്നാണ്. അതിനെ കാത്തിരിക്കുന്നു. ക്ലിഫ് ഹാങ്ങറിലാണ് പടം എൻ്റെ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ചെയ്യണത്. ആ ക്യാരക്ടറും അതുപോലെ തന്നെ ഇതിനകത്തുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ അടുത്ത സിനിമയിലേക്ക് ഉണ്ടാവണം. ഇതിനകത്ത് ഈ ആ പയ്യൻ കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പയ്യൻ്റെ പേര് എനിക്കറിയില്ല. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് എൻ്റെ ഒക്കെ ആ പയ്യൻ ഇതിനകത്ത് കടന്നു പോകുന്നതൊക്കെ ഒരു സാധാരണ പയ്യൻ എൻഡ്യൂർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഭയങ്കര കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പയ്യൻ. എന്തായാലും പ്രോപ്സ് ടു ദാറ്റ് ചൈൽഡ് ആക്ടർ. കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാനി ബോയൽ ആസ് ഓൾവേസ് ഇംപ്രസസ്. പിന്നെ അലക്സ് ഗാർലൻഡ്, ദ ഡയറക്ടർ ഓഫ് അനൈലേഷൻ, സിവിൽ വാർ, എക്സ്മാക്കിന, വാർഫെയർ, ഇതൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് ഈ സിനിമയുടെ സ്ക്രീൻ റൈറ്റർ. 28 days later എന്നുള്ള ആദ്യത്തെ മൂവിയുടെയും സ്ക്രീൻ റൈറ്റർ പുള്ളി തന്നെയായിരുന്നു. ബേസിക്കലി ഈ ഒരു സാഗ അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ ഒരു ക്രിയേറ്റർ പുള്ളിയാണ്. അപ്പോൾ അലക്സ് ഗാർലൻഡ് എന്നുള്ള പേര് എവിടെയുണ്ടോ അവിടെ ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നു. ഇക്കൊല്ലം തന്നെ ഞങ്ങളുടെ വാർഫെയർ പുള്ളി ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു. വേറെ റേഞ്ചായിരുന്നു IMAX-ൽ. എന്തായാലും ഈ സിനിമ എനിക്ക് ഒറ്റൊരു എതിർപ്പുള്ളത് ഈ സിനിമയുടെ ഈ ഒരു ക്വാളിറ്റിയായിട്ട് ഞാൻ പറയുകയാണ്. ഇത് ഐഫോണിൽ എടുത്ത പടമാണെങ്കിൽ പോലും അതങ്ങനെ പറയത്തൊന്നുമില്ല. മിക്ക സമയത്തും നമുക്കത് മനസ്സിലാകത്തൊന്നുമില്ല. അതുമാത്രമല്ല ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ ആനമോർഫിക്കിൽ എടുത്തതിന് പകരം ഇത് ഫ്ലാറ്റ് റേഷ്യോയിൽ എടുത്ത് IMAX റിലീസ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ IMAX ക്യാമറ വെച്ച് എടുത്ത് ചെയ്യേണ്ട പടമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും അത് ക്രിയേറ്ററിൻ്റെ ഒരു ഫ്രീഡമാണ്. ഞാൻ റിക്വസ്റ്റായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ കണ്ടത് ഇതൊരു പ്രീമിയർ ഷോ ആണ്. ഈ സിനിമ ശരിക്കും റിലീസ് ചെയ്യുന്നത് നാളെ, അതായത് ഇന്ന്. ഇപ്പോൾ പാതിരാത്രിയായി, ഏകദേശം 2 മണിയാവാറായി വെളുപ്പിന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇന്നായിരിക്കും ഇപ്പോൾ കാണുന്നത്. ഇന്നാണ് ശരിക്കും പടം റിലീസ് ചെയ്യണം. പക്ഷേ ഞാൻ ഇന്നലെ കണ്ടു. ഇതൊരു PVRൻ്റെ അല്ലെങ്കിൽ സിനിപോളിസിൻ്റെ ഒരു പെയ്ഡ് ഏർലി പ്രിവ്യൂ പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം 220 പ്ലസ് ബുക്കിംഗ് ചാർജ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ആയത്. ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. PXL ഈ സിനിമ കിഡു എക്സ്പീരിയൻസ് ആയിരുന്നു ആഫ്റ്റർ റിയലി ലോങ് ടൈം. അപ്പോൾ സിനിമ മാത്രമല്ല തിയേറ്റർ എക്സ്പീരിയൻസും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് പറയാം. അലക്സ് ഗാർലൻഡ് എന്നുള്ള ഒരു ഫിലിം മേക്കറിനെ അല്ലെങ്കിൽ സ്ക്രീൻ റൈറ്ററിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമെന്ന് പറയും. ഡാനി ബോയലിൻ്റെ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ഒരു പടമാണ്. പുള്ളി ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു സംഭവം ഉണ്ട് ട്രെയിനകത്ത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ പടം കണ്ട അഭിപ്രായം പറയാം. അപ്പോൾ ശരി, ഇന്ന് വേറെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കുബേര എന്നുള്ള ധനുഷിൻ്റെയും രശ്മിക മന്ദാനയും നാഗാർജുനൻ്റെയും സിനിമ കാണാൻ പോകുന്നുണ്ട്. അത് കണ്ടിട്ട് അഭിപ്രായം ഇന്ന് തന്നെ ഇട്ടിരിക്കാം. അതുപോലെ ഇലിയോ എന്നുള്ള ഒരു 3D സിനിമ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, രഞ്ജിത്ത് സജീവ, പുള്ളിയുടെ പടം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടു നോക്കാം.
വേറൊരു സിനിമയും കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഡയറക്ടറിൻ്റെ പടമാണ്. വെസ് ആൻഡർസൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. മൾട്ടി സ്റ്റാററാണ്. അതുകൂടാതെ അമീർ ഖാൻ്റെ സിത്താരെ ജമീൻ പർ ഉണ്ട്. അത് വൈഫിന് കാണുന്നത് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ മൂവി ആയിട്ടുള്ള ചാമ്പ്യൻസ് കണ്ടിട്ടുമില്ല. സ്പാനിഷ് മൂവി ആയിട്ടുള്ള ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ പടത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് റീമേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ രണ്ടും കണ്ടിട്ടില്ല. അതുകൊണ്ട് സിനിമ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.